ജാമ്യം ലഭിക്കുക? അതെ, നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതായത് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ ബോയ്ക്കും ഇപ്പം റായ്പൂരിൽ NIA കോർട്ട് ജാമ്യം അനുവദിച്ചു. ഞങ്ങളതിൽ വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ ഈ ജാമ്യം കിട്ടുവാനായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ച, ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ച സെൻട്രൽ ഗവൺമെൻറ്റിനോടും അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞങ്ങളോട് ഒത്ത് ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ നിങ്ങൾ ചാനലുകാർ, നിങ്ങളെ അഡ്വക്കേസി നടത്തിയ എല്ലാവരെയും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഞങ്ങൾ അതേപ്പറ്റി പേരെടുത്ത് പറയാനായിട്ട്, അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയാണ് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചതെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബെയിൽ എന്ന് പറയുന്നത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിലിമിനറി സ്റ്റേജിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ചാർജ് നിലനിൽക്കുകയാണ്, കേസ് നിലനിൽക്കുകയാണ്. BNS-ലെ 143 പോലുള്ള ശക്തമായ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നിരപരാധികളാണെന്ന് തോന്നുകയാണെങ്കിൽ സർക്കാർ അത് അടിയന്തരമായി വിഡ്രോ ചെയ്യേണ്ടതല്ലേ? അതിനെപ്പറ്റി ഞങ്ങൾ വീണ്ടും അന്വേഷിച്ച് തീരുമാനങ്ങൾ എടുക്കണ്ടേ? കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം നിലനിൽക്കുകയാണ്. കാരണം കേസ് റദ്ദാക്കണം. കാരണം അവിടെ ഈ സിസ്റ്റേഴ്സിനെ, നിരപരാധികളായ സിസ്റ്റേഴ്സിനെ, ഒന്നിലും ഇടപെടാത്ത സിസ്റ്റേഴ്സിനെയാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. ആയതിനാൽ ഒരടിസ്ഥാനമില്ലാത്ത ഈ കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട, ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇവരുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഇവരെ കുറ്റമുക്തമാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം, ഇനി ജാമ്യം ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് BJP-യുടെ ഛത്തീസ്ഗഡ് ഘടകം ഈ സിസ്റ്റർമാരുടെ ഒരു ചിത്രം അവരുടെ പേജിൽ പങ്കുവെക്കുകയുണ്ടായി. അതായത് സിസ്റ്റർമാർ ഒരു കയർ കയ്യിൽ പിടിക്കുന്നു, ആ കയറിൻ്റെ ഒരു അറ്റത്ത് കുട്ടികളുടെ കഴുത്തിലാണ് ആ കയർ. അപ്പം ആ ഒരു രീതിയിലേക്ക് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം ബജ്രംഗ് ദളിൻ്റെ പ്രതിഷേധമെല്ലാം കണ്ടതാണ്. അപ്പോൾ ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിൽ രൂപപ്പെട്ട ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ തുടർന്ന് പോക്കിലെ ഒരു സംരക്ഷണം ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തനം, അതായത് ആൻറ്റി സോഷ്യൽ എലമെൻസിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനെതിരായിട്ട് ഞങ്ങൾ എന്ന് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ വീണ്ടും ശബ്ദമുയർത്തും. ഇങ്ങനെയുള്ള ഈ ഒരവസ്ഥ ഇവിടെ അവസാനിപ്പിക്കണം. ഈ രാജ്യത്ത് എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുവാനായിട്ടും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇവിടെ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കും. അത് ഞങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മോചനം സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇനി ജയിൽ മോചിതരാകുന്നത്? ഇന്ന് വൈകിട്ടോടുകൂടി ആകും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അവിടുന്ന് ഓർഡർ ഇവിടെ കൊണ്ടുവന്ന് കോർട്ടിൽ കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ സിസ്റ്റേഴ്സ് പുറത്തിറങ്ങും. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ കന്യാസ്ത്രീകൾക്കൊപ്പം ആദിവാസി യുവാവിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അവരുടെ നിയമപോരാട്ടം നടത്തിയത് സഭ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒന്നിച്ചാണല്ലോ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടികൾ ഈ അക്രമം നടത്തിയ ജ്യോതി ശർമ്മ ഉൾപ്പെടെ അവർക്കെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കന്യാസ്ത്രീകളും പരാതി നൽകുക സഭ ഒപ്പം ഉണ്ടാകും. അതിനെപ്പറ്റി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ ഇടപെട്ടിരുന്നു. ഒരു രാഷ്ട്രീയ പിടിവലി ഇതിൻ്റെ ഉണ്ടായതായിട്ട് തോന്നുന്നു. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും, അതായത് രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ചു, ഞങ്ങളോട് കൂടെ നിന്നു. നിലവിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എംപിമാർ അവിടെ ഉണ്ടല്ലോ, എല്ലാവരും വലിയ ശ്രമം നടത്തിയെന്നുള്ള അഭിപ്രായമാണോ? എല്ലാവരും നടത്തി. എല്ലാവരും ഇത് ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ്. പക്ഷേ ജാമ്യം കിട്ടിയത് BJP-യുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നൊരു അഭിപ്രായങ്ങൾ ഇപ്പോൾ BJP-യുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത്തരത്തിൽ അത് അവരുടെയൊക്കെ ധാരണകളല്ലെന്നില്ല, അവർ ചെയ്യുന്നതല്ല. അത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഞങ്ങളോടൊത്ത് പരിശ്രമിച്ചു, ഞങ്ങളോടൊത്തുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയ മതഭേദ വർണ്ണമന്യേ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൽ ഈ കേസ് റദ്ദാക്കിയാൽ മാത്രമേ പൂർണ്ണമായും നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ഇത് അതുപോലെ അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ സ്ഥലങ്ങളിലുള്ള ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കുകയും ഞങ്ങൾക്ക് ഈ രാജ്യത്ത്, ഞങ്ങൾക്കെന്ന് മാത്രമല്ല
ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും, ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മുടേതാണ്, നമ്മൾ ഇന്ത്യൻസിൻ്റെയാണ്. നമുക്ക് എവിടെ സഞ്ചരിക്കുവാനായിട്ടും നമുക്ക് ഭരണഘടന നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ട്, ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അതിന് തടസ്സമിടാനായിട്ട് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് തടസ്സമിടാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെയുള്ളവരെ അതിൻ്റെ നിലയ്ക്ക് നിർത്തുവാനായിട്ട് ഗവൺമെൻറ് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. മാതൃ നേരത്തെ സംസാരിക്കുമ്പം ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന തരത്തിലൊരു സൂചന പറയുകയുണ്ടായി. അത് വലിയൊരു അലിഗേഷനാണ്. അത് ഈ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു സ്പീച്ചിലായിട്ട് ഇടപെടാതെ മൊത്തത്തിലൊരു സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കേണ്ടതില്ലേ? അത് ഒരു അലിഗേഷനായിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ന്യൂസുകൾ പുറത്തു വരുന്നു, ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് അവരുടെ സഭാവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, ഭയമാണ്, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഒന്നും പാടില്ല. ഇവിടെ ആര് എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, എതിലേ പോകണം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ ഇന്ത്യൻ സിറ്റിസൻ്റെയും അധികാരമാണ്. നമുക്ക് നമ്മുടെ ഭരണഘടന തന്നിരിക്കുന്ന അധികാരങ്ങളാണ്. അതുകൊണ്ട് അത് നമുക്ക് ആരെങ്കിലും അതിന് തടസ്സമുണ്ടെന്നില്ല, തടസ്സം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അധികാരികളുടെ മുന്നിൽ നമ്മൾ പറയണം, അത് നമ്മൾ പറയും. നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ അറസ്റ്റുകളോ ഉണ്ടാകുന്ന ആദ്യമല്ല. ഇതിന് മുൻപും പലതവണ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ട് പക്ഷേ വീണ്ടും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൻ്റെ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെ അറസ്റ്റ് ചെയ്യുകയും ഞങ്ങളെ അനാവശ്യമായ മതപരിവർത്തനം ഇതെല്ലാം പറഞ്ഞ ആരോപണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒരവസാനം വരുത്തണമെന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിനോട് മാറി വരുന്ന ഗവൺമെൻറ്റുകളോട് ഞങ്ങൾ നിരന്തരം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി, അതായത് കഴിഞ്ഞ തവണ നമ്മൾ കാണുമ്പോൾ പറഞ്ഞത് ഈ നിലവിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഇതിലൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ നേരിൽ കാണും, അത്തരം കൂടിക്കാഴ്ചകൾക്കായുള്ള സമയം തേടുന്നത്. അതിലെന്താണ് നിലവിൽ ഇപ്പോഴുള്ള? ഉടനെ തന്നെ ഞങ്ങളുടെ CBCIയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്, നിലവിൽ അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയാണ്, അദ്ദേഹം കേരളത്തിലാണ്. അദ്ദേഹം അതിന് വേണ്ടുന്നുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററെ, പ്രധാനമന്ത്രിയെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് മുൻപിൽ വയ്ക്കും. എന്തോ എവിടെ ഞങ്ങളുടെ ആൾക്കാരോട് ഇല്ലേ? ഞങ്ങൾ ഇപ്പം സിസ്റ്റേഴ്സ് അവിടെ നിന്ന് വന്നവരാണ്. ഈ സിസ്റ്റേഴ്സാണ് അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ 29-ാം തീയതി ഇവിടുന്ന് പുറപ്പെട്ടതാണ്. ദുർഗിലുണ്ടായിരുന്നു. ഞങ്ങൾ ജയിലിൽ പോയി സിസ്റ്ററിനെ കാണാനായിട്ട് സാധിച്ചു. ഇതിന് ഇരയായ പെൺകുട്ടികളെ സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും വളരെ സങ്കീർണമായ രീതിയിലാണ് ആ വ്യക്തി ഈ പെൺകുട്ടികളോടൊക്കെ പെരുമാറിയിരുന്നതും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചിരുന്നതും നമുക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനൊക്കെ സാധിച്ചു. അവരും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇത് ഒരുമയുടെ ഒരു വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേന്ദ്ര സർക്കാരിനോടും പ്രത്യേകിച്ചും കേരള സർക്കാരിനും കേരളത്തിൽ നിന്ന് എല്ലാവരോടും രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിന്ന നമ്മുടെ കേരളത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു അഭിമാനത്തിൻ്റെ സമയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതായത് മതപരിവർത്തനം, മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റങ്ങളിലേക്ക് അത്രത്തോളം ഉയർന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് സന്യാസി സമൂഹത്തിനെതിരായിട്ടുണ്ടായത്. ഇതൊരു ഭീതി സന്യാസി സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു സംരക്ഷണം വേണം എന്നുള്ള ഒരു ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിരുന്നു, ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം ഇതെല്ലാം നമുക്ക് വീണ്ടും ആവശ്യമാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിലും അത് ആവശ്യമാണ്. റായ്പൂർ ചെന്നപ്പോൾ സിസ്റ്റർ എന്താണ് തോന്നിയത് ഈ ഒരു സാഹചര്യം കണ്ടപ്പോൾ? റായ്പൂരത്തെ പ്രത്യേക സാഹചര്യം സങ്കീർണമാണ്, ഭീതിജനകമാണ്. അവിടുത്തെ സഭയും ക്രൈസ്തവ സഭയും എല്ലാം ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്.